ഇപ്പോൾ മന്ത്രി എൻ ശംസുദ്ദീൻ പ്രതികരിക്കുന്നു വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലുണ്ടായ നടപടികളെ ചിലരിവിടെ വ്യാഖ്യാനിച്ച് കണ്ടു. അത് സർക്കാരിന് വലിയ തിരിച്ചടി ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ സർക്കാരിനൊരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ല. എന്താ സംഭവിച്ചത്? വഖഫ് ബോർഡ് നിയമനത്തിനെതിരായി കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. അത് തെറ്റായ തരത്തിലുള്ള വഖഫ് ബോർഡ് നോമിനേഷനെതിരായ വിധിയായിരുന്നു. അപ്പോൾ ആ വിധിയിൽ അപ്പീൽ പോയതാരാ? ഈ തെറ്റാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ വഖഫ് ബോർഡാണ്. അതിൻ്റെ ചെയർമാനും അതിലെ ഒരു അംഗവുമാണ് സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയുടെ വിധി മാറിക്കിട്ടണം എന്ന് പറഞ്ഞ് അപ്പീൽ പോയത്. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതി കേൾക്കേണ്ടതില്ല, നിങ്ങൾ തിരിച്ച് ഹൈക്കോടതിയിലേക്ക് തന്നെ പോയിക്കോളൂ. അത് വിജയമാണോ പരാജയമാണോ? ഇത് ഈ ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര മോശമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഈ വിഷയം ഇപ്പം ഞങ്ങൾ കേൾക്കേണ്ടതില്ല, ഇത് ഹൈക്കോടതിയിൽ തന്നെ തുടർന്നാൽ മതി എന്നാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ തന്നെയാണ് ഇനി ഈ കേസ് തുടരുക. 1. 2, അതിലാകെ വന്നൊരു പരാമർശം, ഹൈക്കോടതി അതിൽ ശരിയായ രീതിയിലുള്ള ഒരു ജോയിൻറ്റ് സെക്രട്ടറിക്ക് അതിൻ്റെ അധികാരം നൽകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ ജോയിൻറ്റ് സെക്രട്ടറിയെ, കഴിഞ്ഞ ഗവൺമെൻറ് വെച്ച ജോയിൻറ്റ് സെക്രട്ടറിയെ മാറ്റി ശരിയായ രീതിയിലുള്ള നോമിനേഷൻ ആ കാര്യത്തിൽ ചുമതല നടത്തി. അപ്പോൾ ഹൈക്കോടതിയിൽ ഒറ്റ പരാമർശമേ ഉള്ളൂ. സുപ്രീം കോടതിയിൽ ഒരു പരാമർശമേ ഉള്ളൂ, ഹൈക്കോടതിയുടെ മേൽനോട്ടം ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ജോയിൻറ്റ് സെക്രട്ടറിയുടെ മേൽനോട്ടം വേണ്ടതില്ല. ആയിക്കോട്ടെ, കോടതി അങ്ങനെയാണ് കണ്ടെത്തുന്നത്. സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞാൽ അതിലാർക്കും ജയവും പരാജയമൊന്നുമില്ല. അപ്പം സത്യത്തിൽ അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോയവർക്കൊന്നും കിട്ടിയിട്ടില്ല. ആ ജാള്യതയിൽ സർക്കാരിനെ എന്തോ സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിച്ച് നടന്നാൽ അതുകൊണ്ട് വല്ല ആശ്വാസം കിട്ടും? നിയമം അറിയുന്നവർ ഈ കേസ് പരിശോധിച്ച് നോക്കൂ. സുപ്രീം കോടതിയിൽ എന്തിനാ പോയത്? ഹൈക്കോടതിയുടെ വിധി ദുർബലപ്പെടുത്താനാണ്. ഹൈക്കോടതി വിധി ദുർബലപ്പെട്ടിട്ടില്ല. നിലവിലുണ്ടായിരുന്ന ബോർഡിന് എന്തെങ്കിലും അധികാരം തിരിച്ചു കൊടുത്തോ? ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. കേസ് ഇനിയും ഹൈക്കോടതിയിൽ തുടരും. അത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ അഫിഡവിറ്റിൽ അത് വകുപ്പ് മന്ത്രിയുമായിട്ട് താങ്കൾ കണ്ടിട്ടാണ് കൊടുത്തത്? എല്ലാ അഫിഡവിറ്റുകളും ഞങ്ങൾ ബന്ധപ്പെട്ട വക്കീലന്മാർ ചർച്ച ചെയ്തല്ലോ, ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൽ വിഷയം? എന്താണ് അതിൽ നിങ്ങൾ ഏത് പോയിന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? ഭേദഗതിയിലെ 14-ാം വകുപ്പ് സ്ട്രിക്ട്ലി നടപ്പാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് താങ്കൾക്ക് കീഴിലുള്ള റവന്യൂ എഫ് വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മിനിസ്റ്റർ എന്ന നിലയ്ക്ക് താങ്കൾ അത് കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ കണ്ടില്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. കോടതിയിലുള്ള പ്രശ്നം എന്തായിരുന്നു? കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് ഇത് റെഗുലറായിട്ടുള്ള നോമിനേഷനല്ല, അതിൽ ഈ പറഞ്ഞ പോലെ നോൺ മുസ്ലിം പ്രാതിനിധ്യം ഇല്ല എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ ഒരു റിപ്ലൈയും ഗവൺമെൻറ് കോടതിയിൽ അത് പറഞ്ഞിട്ടില്ല. കോടതിയാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. പിന്നെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് BJPയുമായി ഒത്തുകളിച്ച് നോൺ മുസ്ലിം പ്രാതിനിധ്യത്തിന് വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ഒക്കെ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്നവരുണ്ട്. അവർ ഇപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയെ കൊടുത്തപ്പോൾ അവർ കൊടുത്തൊരു അഫിഡവിറ്റ് ഉണ്ട്. എന്താ? നോൺ മുസ്ലിമിനെ വെക്കേണ്ടത് സർക്കാരാണ്, സർക്കാർ അത് ചെയ്യുന്നില്ല, ഞങ്ങളതിന് കുറ്റക്കാരല്ല. അവർ കൊടുത്ത അഫിഡവിറ്റ് പരിശോധിച്ച് നോക്കൂ. ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന കേസിൽ ഈ പറഞ്ഞ 2 ആളുകൾ, ചെയർമാനും മറ്റൊരു ബോർഡ് അംഗവും, അവരവിടെ ചെല്ലുമ്പോൾ കളം മാറ്റിച്ചവിടെയാണ്. എന്താ പറഞ്ഞത്? നോൺ മുസ്ലിമിനെ വെക്കേണ്ടത് സർക്കാരാണ്, സർക്കാർ വെക്കുന്നില്ല. ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താ? ഇത് വെക്കാൻ വേണ്ടി ഇവിടെ സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതാണ്. സംഗതി നമ്മുടെ രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം പാസ്സാകുന്നതിന് മുമ്പ് അതിനെതിരെ അതിശക്തമായി രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ പാസ്സായി കഴിഞ്ഞപ്പോൾ അത് നിയമമാണ്. എന്നിട്ടും ഞങ്ങൾ എല്ലാ വിഷയത്തിൽ രംഗത്ത് വന്നത് ഇവിടെ
കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന വഖഫ് ബോർഡിലെ നോമിനേഷനെ കുറിച്ച് പല വിധത്തിലുള്ള ഇറഗുലാരിറ്റി പറഞ്ഞതിൽ ഒന്നാണ് ഈ പ്രശ്നം. ഏതായിരുന്നാലും ഈ പ്രശ്നം സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. തമിഴ്നാട് കേസുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി പറയട്ടെ. രാജ്യത്ത് കോടതികൾ പറയുന്നത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ സുപ്രീം കോടതി അതിൽ എന്താണ് നിലപാട് സ്വീകരിക്കുക? വഖഫ് ഭേദഗതി നിയമം പാസ്സായിട്ടുണ്ട്. അതിലുള്ളതാണ് ഈ 2 നോൺ മുസ്ലിം ഇഷ്യൂ. അത് ധൃതിപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. അക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇതേ പ്രശ്നം സുപ്രീം കോടതിയിൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. സുപ്രീം കോടതി പറയുന്നതാണ് രാജ്യത്തെ നിയമം. അത് പറയുമ്പോൾ അപ്പം ആലോചിക്കാം.